എറണാകുളം കോതമംഗലത്ത് യുവാവ് മരിച്ചത് പെൺസുഹൃത്ത് വിഷം നൽകിയതിനെ തുടർന്ന് എന്ന് സംശയം. മാതരപ്പള്ളി സ്വദേശി അൻസിലാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ മരണമടഞ്ഞത്. പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രണ്ട് ദിവസം മുമ്പാണ് അൻസിൽ അവശനിലയിലായിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതായിട്ട് ഞാൻ അറിഞ്ഞത്. അപ്പോൾ 2 ദിവസമായിട്ടും ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. ഇന്നലെ 7 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇവരെല്ലാം ഈ പിള്ളേരെല്ലാം തന്നെ നല്ലപോലെ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ. JCB ഉണ്ട്. ഈ കാര്യത്തിനൊക്കെ നാട്ടിലെ എന്തെങ്കിലും പൊതു കാര്യത്തിനൊക്കെ നമ്മുടെ കൂടെയൊക്കെ വരും. ഏത് രീതിയിലാണ് ഇങ്ങനൊരു സംഗതിയിൽ പെട്ടെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു വിവരം കിട്ടുന്നില്ല. പോലീസുമായിട്ട് ബന്ധപ്പെട്ട് 1-2 പ്രാവശ്യം CA വിളിച്ചപ്പോൾ CA അത് പിന്നെ അറിയിക്കാം, കാരണം ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ലാൽകൃഷ്ണ വിശദാംശങ്ങളുമായി. ലാൽകൃഷ്ണ, ഈ പെൺസുഹൃത്തിന്റെ വസതിയിലാണ് അൻസിലിനെ അവശനിലയിൽ കണ്ടെത്തിയതെന്ന് തോന്നുന്നു അല്ലേ? അൻസിലിനും അത്തരത്തിലേക്ക് എന്തോ മൊഴി നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിലൊരു ദുരൂഹതയുണ്ടോ? തീർച്ചയായിട്ടും അനുജ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആ പെൺസുഹൃത്തിൻ്റെ വീട്ടിലാണുള്ളത്. കോതമംഗലം ചേലാടുള്ള വീടാണിത്. ഈ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. അതായത് വിഷം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അൻസിലിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള അലിയുടെ മൊഴിയുടെ പ്രകാരമാണ് നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ അലിയുടെ മൊഴിയിൽ പറയുന്നത് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അൻസിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവൾ പെൺസുഹൃത്ത് എന്തോ കലക്കി നൽകിയിരുന്നു, അത് കുടിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ്. 30-ാം തീയതി ആണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനം പോകുന്നത്. പുലർച്ചെ 4 മണിയോട് കൂടി ഈ വീട്ടിൽ അവശനായി കണ്ടെത്തുകയായിരുന്നു. അൻസിൽ തന്നെയാണ് ഈ ബന്ധുവിനെ ഫോണിൽ വിളിക്കുന്നതും ഇവിടേക്ക് വരാൻ പറയുന്ന സമയത്ത് ഈ വീട്ടിൽ അവശനായി വഴിയിൽ വീണ് കിടക്കുന്ന രീതിയിൽ കണ്ടെത്തി. അതായത് ഈ മുറ്റത്ത് തന്നെ വീണ് കിടക്കുന്ന രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. ആംബുലൻസിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അൻസിലിനുണ്ടായത് എന്ന് പറയുന്നു. ഛർദ്ദിച്ച അവശനായ രീതിയിൽ തന്നെയായിരുന്നു ഈ അൻസിലുണ്ടായിരുന്നത്. ഈ പെൺസുഹൃത്തിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്നു. അൻസിൽ ഒരു ഭാര്യയും കുട്ടിയും ഉള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ പെൺസുഹൃത്തിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരികയും ഇവിടുത്തെ നിത്യ സന്ദർശനായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 29-ാം തീയതി വൈകിട്ടോടു കൂടി ഇവരെത്തുകയും ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് പറഞ്ഞു തീർക്കുകയും ചെയ്ത് 30-ാം തീയതി പുലർച്ചെ ഇവിടെ നിന്ന് അൻസിലിനെ അവശ നിലയിൽ കണ്ടെത്തി പോവുകയായിരുന്നു എന്നുള്ള രീതിയിലാണ്. നിലവിൽ ആദ്യ ഘട്ടത്തിൽ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് വധശ്രമം എന്നുള്ള രീതിയിലാണ്. അൻസിലിൻ്റെ മരണത്തോടു കൂടി ഇത് ഒരു കൊലപാതക ശ്രമം എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഏതെല്ലാം രീതിയിലാണ് എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു CCTV ക്യാമറകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും പൂർണ്ണമായി പ്രവർത്തിക്കുന്നതല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ പരിസരത്ത് കുറേ സാധനങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലും കത്തിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഈ വീടിന് ചുറ്റും പുറം ഭാഗങ്ങളിൽ നിന്നെല്ലാം പരിശോധിച്ചതിൽ നിന്നും ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉപയോഗിച്ച രീതിയിലുള്ള സാധനങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ കുറേ കവറുകളും മറ്റു കാര്യങ്ങളുമെല്ലാം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ CCTVയുടെ ഹാർഡ് ഡിസ്ക് അടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അത് പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്ത് തരം പാനീയമാണ് അല്ലെങ്കിൽ എന്താണ് ഈ മരണത്തിന് കാരണമായി ഉള്ളിലേക്ക് എത്തിയത് എന്ന കാര്യമടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. പെൺകുട്ടി നിലവിൽ കോതമംഗലം പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അനുജ, കോതമംഗലത്താണ് യുവാവ് മരിച്ചത്. പെൺസുഹൃത്ത് വിഷം നൽകിയതിനെ തുടർന്നാണ് എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നത്. അൻസിൽ എന്നയാളാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പെൺസുഹൃത്തിന്റെ വസതിയിൽ വെച്ചാണ് ഇയാൾ അവശനിലയിലായത്. ഇയാൾ ഇത്തരത്തിലേക്കൊരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുകൂടിയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.